ദൈവത്തിൻ്റെ പരിശുദ്ധമേറിയ നാമം ഈ പകലിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഗിലെയാദ് ഇന്റർനാഷണൽ മിനിസ്ട്രീസ് എന്ന ഈ യൂട്യൂബ് ചാനലിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും കർത്താവായ യേശു ക്രിസ്തുവിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ പ്രാരംഭമായിട്ട് അറിയിക്കുന്നു. സഹോദരങ്ങളെ, ഇന്ന് പകലിൽ നിങ്ങളുടെ മുൻപാകെ ഈ വീഡിയോയുമായി കടന്നു വരുവാൻ സർവശക്തനായ ദൈവം എന്നെ ബലപ്പെടുത്തിയ ദൈവത്തിൻ്റെ വലിയ കൃപകൾക്കായിട്ട് എല്ലാ മഹത്വവും പ്രാരംഭമായി ദൈവത്തിന് അർപ്പിക്കുന്നു. തുടർന്നുള്ള നിമിഷങ്ങൾ നമുക്ക് പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. ദൈവം നമ്മേവരെയും സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് പകലിൽ ഞാൻ നിങ്ങളുമായിട്ട് ഒരു പ്രത്യേക ആത്മീക വെളിപ്പാട് ഞാൻ നിങ്ങളുമായിട്ട് പങ്കിടുവാൻ കർത്താവിൽ ആശ്രയിക്കുകയാണ്. ദൈവം നമ്മേവരെയും തുടർന്നുള്ള നിമിഷങ്ങൾ അനുഗ്രഹിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. സഹോദരങ്ങളെ, നാം എല്ലാം ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ദൈവത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന വ്യക്തി ജീവിതങ്ങളാണ്. നാം പലപ്പോഴും നിരാശയുടെ ഘട്ടങ്ങളിൽ, കഷ്ടതയുടെ വേളയിൽ ഒക്കെ നാം കടന്നു പോകുമ്പോഴൊക്കെ ദൈവത്തിൽ അനേകം പ്രത്യാശകൾ നാം പങ്കിടാറുണ്ട്. ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവത്തിൽ വിശ്വസിക്കുകയും വിശ്വാസത്തിൻ്റെ വാക്കുകളൊക്കെ പറയുകയും ചെയ്യുന്ന വ്യക്തി ജീവിതങ്ങളാണ് എന്നെ കേൾക്കുന്നത്. ഇന്ന് പകലിൽ ഞാൻ നിങ്ങളുമായിട്ട് പറയുവാൻ ആഗ്രഹിക്കുന്ന കാര്യം, നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കേണ്ടും വണ്ണം എങ്ങനെയാണ് നാം ദൈവസന്നിധിയിൽ ആയിരിക്കേണ്ടതെന്ന് നമുക്കറിയത്തില്ല. ഇന്നുവരെയും നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥന കഴിക്കുന്നത്, ആ പ്രാർത്ഥനയിൽ ഉണ്ടാകുന്നതായ ആരാധന, അതിനെപ്പറ്റിയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നാം കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന വ്യക്തി ജീവിതങ്ങളാണ്, നാം ദൈവത്തിൽ പ്രത്യാശിക്കുന്ന വ്യക്തി ജീവിതങ്ങളാണ്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടേണ്ട ഒരു കാര്യം, നാം പ്രാർത്ഥനയിൽ ദൈവസന്നിധിയിൽ ദൈവത്തെ ആരാധിക്കുന്നത്, ആരാധനയ്ക്ക് വളരെ വിലയുണ്ട് ദൈവമക്കളെ. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ ആരാധന എന്ന് പറഞ്ഞാൽ അത് കേവലം രണ്ട് പാട്ടുപാടി അല്ലെങ്കിൽ കേവലം ഒരു സമയം വെച്ച് സമയപരിധിക്കകത്ത് നിന്നുകൊണ്ട് നാം ദൈവത്തെ സ്തുതിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞ് നാം അത് അവസാനിപ്പിക്കുക മാത്രമല്ല, നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ദൈവസന്നിധിയിൽ ഒരു ആരാധനയായിട്ട് തീരണം. നാം ദൈവത്തിൻ്റെ മുൻപാകെ, ഹല്ലേലൂയ, സ്തോത്രം, പ്രാർത്ഥിക്കുമ്പോഴായാലും നാം ഹൃദയം സമർപ്പിക്കപ്പെട്ട് ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ ഒരു യാഗമായി ഏൽപ്പിച്ചു കൊടുക്കാമെങ്കിൽ ദൈവം നമ്മുടെ ആ ഒരു ആരാധനയിൽ പ്രസാദിക്കുവാനായിട്ടിടയായിത്തീരും. ഇന്ന് പകലിൽ ആ ഒരു വിഷയമാണ് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ആരാധന എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിന് സമർപ്പിക്കുന്ന പ്രസാദകരമായ ഒരു യാഗമായി തീരണം. അത് കേവലം എന്തെങ്കിലും ഒരു കാര്യ ഉദ്ദേശത്തിന് വേണ്ടിയല്ല, ദൈവത്തിന് പ്രസാദകരമായി തീരണം. നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്തളത്തിൽ നിന്ന് അത് സുഗ്രാഹ്യമായ ഒരു യാഗമായിട്ട് അത് ദൈവത്തിങ്കലേക്ക് ചെല്ലുമാറാകണം. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് പകൽ ഈ സന്ദേശം ചില വ്യക്തികൾക്ക് മനസ്സിലാകത്തില്ല, എങ്കിലും ഞാനത് നിങ്ങളോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, നാം ആരാധിക്കുന്ന ആരാധന പുരുഷൻ എന്ന് പറഞ്ഞാൽ സർവശക്തനായ ദൈവം, ആരാധനയ്ക്ക് ഏറ്റവും യോഗ്യനായവനാണ്. ഹല്ലേലൂയ, സ്തോത്രം. ആ ദൈവം എന്ന് പറഞ്ഞാൽ അദ്ദേഹം അനശ്വരനായ പിതാവാണ്. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന് അവൻ ആരാധനകൾക്ക് യോഗ്യതയുള്ളവനാണ്. ആ ദൈവം എന്നും ആരാധന അർഹിക്കുന്ന വ്യക്തിയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ദൂതന്മാർ ആരാധിക്കുന്നവനാണ് നമ്മുടെ സർവശക്തനായ ദൈവം. സ്വർഗവും ഭൂമിയും അവൻ പാതാളവും ഒക്കെ കർത്താവിൻ്റെ മുൻപിൽ അവൻ വിറയ്ക്കും, മുഴങ്കാൽ മടങ്ങും. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് പകലിൽ അവൻ നമ്മുടെ ആരാധന എന്ന് പറഞ്ഞാൽ നമ്മുടെ വായിൽ നിന്ന് ദൈവത്തിന് നന്ദി കരേറ്റുന്നത്, ദൈവത്തിന് സ്തുതികൾ അർപ്പിക്കുന്നത്, ദൈവത്തിന് സ്തോത്രങ്ങൾ അർപ്പിക്കുന്നത്, അത് ദൈവസന്നിധിയിൽ ചെല്ലുമ്പോൾ അത് നാം ആത്മാർത്ഥമായിട്ടാണ് ദൈവത്തിന് കൊടുക്കേണ്ടത്. ഹല്ലേലൂയ, സ്തോത്രം. കേവലം അവൻ നമ്മുടെ എന്തെങ്കിലും ചർവണങ്ങളല്ല, എന്തെങ്കിലും അതരങ്ങളിൽ നിന്ന് വരുന്ന അവൻ കേവലം ഒരു സ്തോത്രമല്ല. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് പകലിൽ അവൻ നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാഷ, ഹൃദയത്തിൻ്റെ അന്തർഭാഗത്ത് തട്ടിയിട്ട് നാം ആ ആരാധനകൾ, ആ സ്തുതികൾ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് എത്തുമ്പോൾ അവൻ ദൈവത്തിനത് സുഗ്രാഹ്യമായി പ്രസാദമായൊരു യാഗമായി തീരണമെങ്കിൽ നാം അത്രത്തോളം ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കപ്പെട്ടവരായിട്ട് തീരണം. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് പകലിൽ നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കപ്പെടുവാൻ, ഇന്ന് പകലിൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ, ഒന്നാമത് ദൈവകരങ്ങളിലേക്ക് നാം സമർപ്പിക്കപ്പെടുന്നതിന് മുമ്പായിട്ട്
നമ്മെ തന്നെ ഒന്ന് ഏറ്റുപറയണം. ഹല്ലേലൂയ സ്തോത്രം. ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ദൈവമേ, ഈ പകൽ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും വിഷയങ്ങൾ, എന്തെങ്കിലും ഹല്ലേലൂയ സ്തോത്രം, ദൈവത്തിന് പ്രസാദമില്ലാത്ത എന്തെങ്കിലും കടന്നു വന്നിട്ടുണ്ടോ? നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്ത് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ നാം പ്രാർത്ഥിക്കുന്ന ഓരോ പ്രാർത്ഥനകളിലും ദൈവീക യാഗങ്ങൾ, ദൈവിക സ്തോത്രങ്ങൾ അവിടെ ഉയരുവാനായിട്ട് ഇടയായിത്തീരും. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് പകലിൽ ആമേൻ നമ്മെ തന്നെ ആരാധനയ്ക്ക് വില കൊടുത്ത്, നമ്മെ തന്നെ നാം കൊടുക്കുന്ന ആരാധനകൾ ദൈവത്തിന് പ്രസാദമുള്ള യാഗങ്ങളായിട്ട് തീരും. ഹല്ലേലൂയ സ്തോത്രം. അത് എങ്ങനെയാണ് അർപ്പിക്കേണ്ടതെന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അത് നമ്മുടെ ഹൃദയത്തിൻ്റെ അന്തർഭാഗത്ത് നിന്ന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടെ ദൈവത്തിന് കൊടുക്കാമെങ്കിൽ ദൈവം അതിനെ സ്വീകരിക്കുവാനായിട്ട് ഇടയായിത്തീരും. ദൂതന്മാരെക്കാൾ ഹല്ലേലൂയ സ്തോത്രം ദൈവം ആരാധന ആഗ്രഹിക്കുന്നത് നമ്മിൽ നിന്നാണ്. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന് ഏറ്റവും കൂടുതൽ പ്രസാദമായ യാഗം അത് ഏതാണെന്ന് ചോദിച്ചാൽ നാം വചനത്തിൽ നാം പഠിക്കുമ്പോൾ ആബേലിൻ്റെ യാഗത്തെ പറ്റി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ആബേല് പ്രസാദകരമായ യാഗം ദൈവത്തിന് കൊടുത്തു. കായീൻ അതിന് ഹല്ലേലൂയ സ്തോത്രം, കായീനും അതുപോലെ ചെയ്യാൻ നോക്കിയെങ്കിലും കായീനിലും അവൻ്റെ യാഗത്തിലും ദൈവം പ്രസാദിച്ചില്ല. ഇന്ന് പകലിൽ ഹല്ലേലൂയ സ്തോത്രം നാം ദൈവത്തിന് കൊടുക്കുന്ന ഓരോ യാഗങ്ങളും ഹല്ലേലൂയ സർവശക്തനായ ദൈവം വീക്ഷിക്കുന്നുണ്ട്. അതിൽ ദൈവം പ്രസാദിക്കണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ അന്തർഭാഗത്ത് നിന്ന് ഉയരുന്ന സ്നേഹത്തിൻ്റെ സ്പന്ദനങ്ങളായിട്ട് ആ ആരാധനകൾ ദൈവത്തിന് കൊടുക്കാമെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഹല്ലേലൂയ സ്തോത്രം, നിങ്ങളുടെ ഓരോ ആരാധനയ്ക്കും ദൈവത്തിൻ്റെ പക്കൽ നിന്ന് വലിയ മറുപടികൾ, വലിയ ഉത്തരങ്ങൾ പുറപ്പെടുവാനായിട്ട് ഇടയായിത്തീരും. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് പകൽ നമ്മുടെ ദൈവീക പ്രസാദമുള്ള യാഗങ്ങളായിട്ട് നമ്മുടെ ജീവിതങ്ങളെ ദൈവത്തിന് കൊടുത്താൽ, ഹല്ലേലൂയ സ്തോത്രം, ഈ ഒരു വീഡിയോയുടെ മുമ്പാകെ ഹല്ലേലൂയ സ്തോത്രം, ഈ ഒരു ആത്മീയമായ വെളിപ്പാട് ഞാൻ നിങ്ങളുമായിട്ട് പങ്കിടുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, ഇന്ന് പകൽ ദൈവത്തിൻ്റെ പ്രത്യേകമായ ഇടപെടൽ ഉണ്ടാകുകയാണ്. നമ്മുടെ ഓരോ സ്തോത്രങ്ങളും, ഓരോ നന്ദികളും, ഓരോ സ്തുതികളും ദൈവത്തിന് പ്രസാദമുള്ളതായിട്ട് തീർന്നാൽ ഹല്ലേലൂയ സ്തോത്രം, പിന്നെ നമ്മുടെ ജീവിതത്തിൽ ആകമാനം മികച്ചത് ദൈവം കൊണ്ടുവരും. ഹല്ലേലൂയ സ്തോത്രം. ആകമാനം മഹത്വകരമായ അത്ഭുതങ്ങളെ ദൈവം കൊണ്ടുവരും. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് പകലിൽ നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കപ്പെട്ടുകൊണ്ട് നമുക്ക് ദൈവത്തിന് പ്രസാദമുള്ള ആരാധനയായിട്ട് നമ്മുടെ ജീവിതങ്ങളെ ദൈവത്തിന് കൊടുക്കാം. ഹല്ലേലൂയ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ.